കേസ് 3 എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്ന ഒരു കേസ് എടുത്തു. മറ്റുള്ളതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ കേസിന് വ്യത്യാസമുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് എടുത്തു. എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പം നമ്മൾ ആദ്യം എക്സ് വൈ പ്ലെയിൻ വരച്ചു. ഒരു സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എക്സ് ഈക്വൽ ടു സി ഇതാണെങ്കിൽ വൈ, അതായത് C1 C0 C-1 ഏത് y ഏത് വാല്യൂ എടുത്താലും എക്സ് സി തന്നെ. എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് സിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് എക്സ് ഈക്വൽ ടു സി കൺസിഡർ ചെയ്യാം. അപ്പോൾ പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിൽ തന്നിട്ടുള്ള കേസ് എക്സ് ഗ്രേറ്റർ ദാൻ സി, ഇത് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പം ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഈ ഒരു റീജിയൻ ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പകുതി റീജിയൻ വരുന്നതിന് നമ്മൾ പറയും ഹാഫ് പ്ലെയിൻ എന്ന് പറയും. ഇത് എവിടെയുള്ളതാ? സെറ്റ് പ്ലെയിനിൽ. അതുകൊണ്ട് ഹാഫ് പ്ലെയിൻ ഇൻ സെറ്റ് പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് വെച്ചാൽ എക്സിന് പകരം ആരാ ഇടയുള്ളത്? യു. യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതാം. ഇനി ഈ ഡിനോമിനേറ്ററിലുള്ള ആൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം യു ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ഈ യുവിനെയും കൂടെ ഇങ്ങോട്ട് പോവാം. അപ്പം എന്ത് വരും? ഇവിടെ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചാൽ 0 ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇവിടെയുള്ള പ്ലസ് ഒന്നും ചിഹ്നം മുന്നിലില്ലെങ്കിൽ അവിടെ പ്ലസ് ഉണ്ടെന്ന് അർത്ഥം. ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ് യു ആയി. ഇനി നോക്കി, ഈ ഉള്ള കാര്യത്തിൽ ഞാനൊന്ന് നേരെ തിരിച്ചെഴുതി. അപ്പം എന്താ? ഈ ഒരു ടേമിന് ഇപ്പുറത്തെ സൈഡിൽ വരുന്ന വിധത്തിൽ സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു. സീനെ നോക്കിയിട്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കൂർത്ത ഭാഗം ഉള്ളത്. അപ്പോൾ സീനെ നോക്കിയിട്ടാണ് തിരിച്ചെഴുതുമ്പം ഈ കൂർത്ത ഭാഗം എഴുതേണ്ടത് 0. അതായത് സി ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ലെസ് ദാൻ 0 എന്ന് വന്നു. ഇനി നോക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കിളിന് കുറേ ഇക്വേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. പിന്നെയുള്ളത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. പിന്നെയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2gx plus 2hy 2fy plus d ഈക്വൽ ടു 0. ഇതും ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സി യു സ്ക്വയർ പ്ലസ് സി വി സ്ക്വയർ മൈനസ് യു ലെസ് ദാൻ 0 എന്ന് വരും. നോക്ക്, ഇത് റിയലിൻ്റെ എന്ന് വെച്ചാൽ സെറ്റ് പ്ലെയിനിലുള്ള ആൾക്കാർ എക്സും വൈയും വന്നാൽ കറസ്പോണ്ടിങ് ഡബ്ല്യു പ്ലെയിനിൽ വരുമ്പോൾ യുവും വിയും, എക്ക് പകരം സി, ബിക്ക് പകരം സി, എക്സിന് പകരം യു, വൈക്ക് പകരം ബി. പിന്നെ ഈ ടേമിൽ 2gക്ക് പകരം -1, എക്സിന് പകരം യു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ 0 എന്ന് വെച്ചാൽ ഇതെന്താണ്? ഒരു സർക്കിൾ ആണെന്ന് കിട്ടും. എവിടെയുള്ള സർക്കിള്? ഇവിടുന്ന് നമുക്ക് കിട്ടും ക്ലിയർലി ഇറ്റ് ഈസ് എ സർക്കിൾ ഇൻ ഡബ്ല്യു പ്ലെയിൻ കിട്ടും. ഇതൊരു സർക്കിൾ ആണെന്ന് കിട്ടും. പക്ഷെ ഇതിനെ കൊണ്ട് തീർന്നിട്ടില്ല. കാരണം എന്താ? ഇങ്ങനെ ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നു കഴിഞ്ഞാൽ ഇതൊരു സർക്കിൾ ആണെന്ന് പറഞ്ഞു. ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്താ, അതേപോലെ റേഡിയസ് എന്താന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. ഈക്വൽ ടു കേസ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ഇതൊരു സർക്കിൾ ആണെന്ന് തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ ഇത് ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും സ്പെസിഫൈ ചെയ്ത് പറയണം. ഇനി നമ്മൾ ആ സെൻറ്ററും റേഡിയസും എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്ന സ്റ്റെപ്പ്. ഈ ഇക്വേഷനാ ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഇപ്പോൾ 1 കൊടുത്താൽ ഇക്വേഷൻ 1ന് ത്രൂ ഔട്ട് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എന്ത് വരും? യു സ്ക്വയറിൻ്റെ അകത്തുനിന്ന് സി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി? യു സ്ക്വയർ പ്ലസ്
സി വി സ്ക്വയർ. അതിനായി സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? വി സ്ക്വയർ മൈനസ്, ഇവിടെ യു എ ഉള്ളൂ, സി ഇല്ല, അപ്പം എന്ത് വരും? മൈനസ് യു ബൈ സി. സി കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് വരും? 1/cu ലെസ് ദാൻ 0 എന്ന് കിട്ടി. ഇതിൽ ഞാൻ യുവിനെ അല്ല ഒന്നിച്ചെടുക്കുന്നത്. യു സ്ക്വയർ മൈനസ് 1/cu പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 0 എന്ന് വരും. ഈ ഒരു ടേം മാത്രം നോക്ക്. ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. എക്ക് പകരം എന്താ? 1, എക്സിന് പകരം യു, അപ്പോൾ യു സ്ക്വയർ പ്ലസ് ബിക്ക് പകരം -1/c, എക്സിന് പകരം യു, സിക്ക് പകരം 0. ഇങ്ങനെയല്ല എന്ന് വെച്ചാൽ ഇതെന്താ? ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടം വരെയുള്ള ആളാരാ? ഒരു ക്വാഡ്രാറ്റിക് ഫോമാണ് ഇത്ര വരെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിനെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക എന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള ആളെ നമ്മൾ ഒന്നുകിൽ a-b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a+b ഹോൾ സ്ക്വയർ ഫോമിലോട്ട് മാറ്റുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഇത്ര വരെ ഇതിനിപ്പം മൈൻഡ് ചെയ്യേണ്ട, ഈ ഒരു സംഭവത്തിന് മാത്രം എടുക്കുക. അതിൽ പവർ 1 ആയിട്ടുള്ള എലമെൻ്റ് ഏതാ നോക്കുക. ഇതിൽ പവർ 1 ആയതാരാ? ഇയാൾ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പിലുള്ള ആളെയാണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ആരാ ഉള്ളത്? -1/cu, -1/c. ആ ആളുടെ പകുതി എടുക്കുക എന്ന് വരുമ്പോൾ എന്ത് വരും? -1/2c എന്ന് വരും. അതിൻ്റെ സ്ക്വയർ കാണാം, അതായത് ഡിഗ്രി 1 ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുക്കുക. ഈ സ്ക്വയർ ഇപ്പം -1/2c ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 1/2c ഹോൾ സ്ക്വയറിനോട് ഈക്വൽ അല്ലേ? ഈ ഒരു ടേം ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം എന്താകാൻ നോക്കാം? യു സ്ക്വയർ -1/cu പ്ലസ് 1/2c ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ -1/2c ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 എന്ന് എഴുതി. അതായത് ഈ ടേം ഞാനിവിടെ ആഡും ചെയ്തു, അതേ ടേം ഇവിടെ സബ്ട്രാക്റ്റും ചെയ്തു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് മാത്രം കൺസിഡർ ചെയ്യാം. അതെന്ത് ഫോമിലാണ് ഉള്ളത്? എ സ്ക്വയർ -2ab പ്ലസ് ബി സ്ക്വയർ ഫോമല്ലേ? നോക്ക്, എക്ക് പകരം എന്താ? യു സ്ക്വയർ -2 ഇൻറ്റു 1 ഇൻറ്റു 1/2c പ്ലസ് 1/2c ഹോൾ സ്ക്വയർ. നോക്കി, ഈ 2 ക്യാൻസലായി. യു സ്ക്വയർ മൈനസ് യു ഇൻറ്റു 1/c പ്ലസ് 1/2c എന്ന് വെച്ചാൽ ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാ? യു മൈനസ് 1/2c ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ -1/2c ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 എന്ന് വന്നു. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ലെസ് ദാൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പം എന്ത് വരും? യു മൈനസ് 1/2c ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ 1/2c ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇത് നോക്ക്, ഈ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനും ഈ ഇക്വേഷനും ഒന്ന് നോക്കിയേ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ആർ സ്ക്വയർ ഫോമിൽ പോലെ ഇല്ലേ? എന്ന് വെച്ചാൽ എച്ച് എന്ന് പറയുന്നത് എത്രയാ? എച്ചിന് പകരം ഇവിടെ ആരാ ഉള്ളത്? 1/2c. ഇനി കെക്ക് പകരം ഇവിടെ ആരാ ഉള്ളത്? വി സ്ക്വയർ എന്ന് മാത്രമാണ് ഉള്ളത്. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വി മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ കെ ഈക്വൽ ടു 0. ആർ എന്ന് പറയുന്നത് എന്താ? 1/2c. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് HK ആയിരിക്കും. ഈ ഒരു സർക്കിളിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എച്ചും കെയും റേഡിയസ് എന്ന് പറയുന്നത് ആറും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള സർക്കിൾ നോക്ക്. ഇവിടെ സെൻറ്റർ എന്താ വരിക? സെൻറ്റർ എന്ന് പറയുന്നത് 1/2c 0. റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2c. ഇത് നോക്ക്, ഈ റേഡിയസ് ലെസ് ദാൻ
എന്നുള്ള ഫോമിലല്ലേ ഉള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് ആ ഒരു പോർഷൻ വരുന്നത്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്ന ഈ ഒരു ഹാഫ് പ്ലെയിനിന് W ഈക്വൽ ടു 1/z എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞപ്പം W പ്ലെയിനിൽ കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് എന്താ, ഒരു സർക്കിൾ ആയിരിക്കും. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താ, 1/2c 0 സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ഇൻറ്റീരിയറിലായിരിക്കും ആ റീജിയൻ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ഇപ്പം കിട്ടിയ കാര്യത്തിന് എന്ത് ചെയ്യാം, സെൻറ്റൻസ് ആയിട്ട് എഴുതാം. സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ സി ഇൻ സെറ്റ് പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് into interior of circle. ഇൻറ്റീരിയർ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ എന്ത് എഴുതിയത്, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ എന്നാണ് അർത്ഥം. ഇനി ഞാനിവിടെ വേറെ തന്നെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞത് കൊണ്ട് ആ സർക്കിളിൻ്റെ ഇക്വേഷൻ u-1/2c ഹോൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 1/2c ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഈക്വൽ ടു വരാൻ കാരണം ഇവിടെ ഞാൻ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ മതി. ഇൻ W പ്ലെയിൻ അണ്ടർ W ഈക്വൽ ടു 1/z. ഇതാണ് കേസ് 3.